ഹലോ, നമ്മൾ രണ്ടുപേരും കുറേ കാലങ്ങളായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ പുറത്തെവിടെയെങ്കിലും ഒന്ന് ഔട്ടിങ്ങിനെല്ലാം പോയിട്ട് വരാമല്ലോ. പക്ഷേ അതിനുള്ളൊരു ചാൻസ് ഇപ്പോഴാണ് കിട്ടിയത്. ഈദായതുകൊണ്ട് തളിപ്പറമ്പിലെ ഒരുവിധ ഷോപ്പൊന്നും തുറന്നിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ നേരെ കണ്ണൂരേക്കാണ് വിട്ടത്. പിന്നെ ഇതാണ് അഞ്ജു, ശ്യാമുട്ടൻ്റെ ഫ്രണ്ട് അപ്പുക്കുട്ടൻ്റെ വൈഫാണ്. പിന്നെ നല്ല ചൂടല്ലേ, അതുകൊണ്ട് തന്നെ റോഡ് സൈഡിൽ വണ്ടി നിർത്തി കരിമ്പിൻ ജ്യൂസ് കുടിച്ചു. പിന്നെ നമ്മൾ നേരെ പോയത് കണ്ണൂർ ക്യാപിറ്റൽ മോളിലേക്കാണ്. അവിടെ എത്തിയപ്പോഴേക്ക് ഏകദേശം ഒരു 2 മണിയായിട്ടുണ്ടാവും. നേരെ ചിക്കിങ്ങിലേക്ക് കയറിയിട്ട് ഫ്രൈഡേക്ക് അങ്ങ് ഓർഡർ ചെയ്തു. പിന്നെ ഓർഡർ ചെയ്ത ഫുഡ് കിട്ടാൻ 15 മിനിറ്റ് കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് തൊട്ടപ്പുറത്തെ ജ്യൂസിന്റെ ഷോപ്പിലേക്കായിരുന്നു കണ്ണുപോയത്. എന്നിട്ട് അവിടെ നിന്ന് ഒരു പച്ചമാങ്ങ കാന്താരി കുലിക്കങ്ങ് മേടിച്ചു. ഗൈസ്, ഇതാണ് പച്ചമാങ്ങ കുലുക്കി സർബത്ത്. ഈ സാധനം ഫസ്റ്റ് ടൈം ടേസ്റ്റ് ചെയ്യുന്നില്ലേ, അപ്പോൾ ഫ്ലോപ്പായി പോകണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ഒന്നേ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ സാധനം സൂപ്പർ ആയിരുന്നു. അങ്ങനെ ഓരോ വർത്താനൊക്കെ പറഞ്ഞിരിക്കുമ്പോഴേക്കും നമ്മളെ ഫുഡ് വന്നു. എനിക്ക് പിന്നെ കോള വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ മൊജിറ്റോ ആണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അഞ്ചു പിന്നെ ഓളെ വീട്ടിലാണ് നിൽക്കാറ്. ഓളുടെ വീട് മലപ്പുറത്താണ്. പിന്നെ ജോലി തിരക്കൊക്കെ കാരണം ഇടക്കിടയ്ക്ക് നാട്ടിലേക്ക് വരാറുള്ളൂ. പിന്നെ ഓള് നാട്ടിലേക്ക് വരുന്ന ദിവസമാണെങ്കിൽ ഞാൻ ഫ്രീയും ആയിരിക്കൂല. പിന്നെ ഇന്ന് രണ്ടും കൽപ്പിച്ച് നമ്മൾ ഇറങ്ങിയതാണ്. അങ്ങനെ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ ട്രെൻഡ്സിലേക്കാണ് പോയത്. എന്നിട്ട് അവിടുന്ന് പർച്ചേസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ പയ്യാമ്പലം ബീച്ചിലേക്കാണ് പോയത്. പോകുന്ന വഴിക്ക് നമുക്ക് വഴി പറഞ്ഞുതരാൻ വന്ന ഒരാളാണ് ഇവൻ. നട്ടപ്പൊരു വെയിലത്ത് നട്ടപ്രാന്ത് എന്ന് പറഞ്ഞ പോലെ നമ്മൾ നേരെ പയ്യാമ്പലം ബീച്ചിലേക്ക് എത്തി. അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് പ്രാന്ത് നമുക്ക് മാത്രമല്ല എന്നുള്ളത്. തിരക്ക് എന്ന് പറഞ്ഞാൽ അമ്മാതിരി തിരക്കായിരുന്നു ബീച്ചിൽ. പിന്നെ തണലിലൊരു സ്ഥലം നോക്കിയിട്ട് അവിടെ അങ്ങ് ഇരുന്നു. നട്ടപ്പൊരു വെയിലത്ത് പയ്യാമ്പലം ബീച്ചിൽ വന്നിട്ട് റൈഡ് കഴിഞ്ഞിട്ടിരിക്കാട്ടോ സത്യം. അങ്ങനെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കൂടിയോണ്ടാന്നോന്ന് അറിയില്ല, അതോ ദാഹത്തിൻ്റെ ആണോന്ന് അറിയില്ല. അവിടെ എത്തിയപ്പോഴേക്കും ഒരു മോരുമെള്ളം കുടിക്കാൻ തോന്നി. മോരുമെള്ളം കുടിച്ചു. പിന്നെ പയ്യാമ്പലം ബീച്ചിന്റെ സൈഡിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഡിസ്നി വേവ്സ് എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്കും വലിയവർക്കെല്ലാം എന്റർടൈൻമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എൻട്രൻസ് ഫീ 50 രൂപയാണ് വരുന്നത്. ഓരോ റൈഡിനും കാര്യങ്ങൾക്കും എക്സ്ട്രാ ചാർജസ് വരുന്നുണ്ട്. ഏതായാലും വന്നതല്ലേ, ഏതിലെങ്കിലും കയറണം എന്ന് വെച്ചിട്ട് നമ്മൾ ആകാശത്തോട്ടിലങ്ങ് കയറി. സംഭവം സൂപ്പർ ആയിരുന്നു. പിന്നെ ഈ ഒരു പാർക്ക് വൈകുന്നേരം തോന്നുന്നു ഓപ്പൺ ആവുന്നത്. നമ്മളൊരു ഉച്ച സമയത്ത് പോയോണ്ട് ആൾക്കാരും വളരെ കുറവായിരുന്നു. പിന്നെ ചെറിയ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഇതിന്റെ അകത്ത് നല്ലൊരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. അങ്ങനെ അവിടുന്ന് കുറച്ച് സമയം കറങ്ങി തിരിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. പോകുന്ന വഴിക്ക് വെള്ളിക്കയിൽ ഒരു കടയിൽ നിർത്തിയിട്ട് 2 ജ്യൂസ് ഓർഡർ ചെയ്ത് കുടിച്ചു. ഈ ഒരു ദിവസം നമ്മൾ രണ്ടുപേരും മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.